ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 വ്യാഴാഴ്ചയാണ്. വലിയ പോസിറ്റിവിറ്റിയിലാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. കാരണം നിഫ്റ്റിയിൽ ഇന്ന് ഒരു 200 പോയിന്റ്സിലേറെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ചിന് ശേഷം മാർക്കറ്റുകളിൽ വലിയ റാലിയാണ് ഇന്നലെ കണ്ടത്. ഡൗ ജോൺസിൽ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. US 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. US ഡോളർ ഇന്നലെ ഇടിഞ്ഞു. എന്തായാലും ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ന്യൂസിലേക്ക് ആദ്യത്തെ വാർത്ത ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 കമ്പനികളെ കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ്. ഈ വാർത്തയുടെ വിശദാംശം ഇപ്രകാരമാണ്. റിലയൻസ്, TCS, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ് എന്നിവയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്ത്യയുടെ വിപണി മൂല്യത്തിൻ്റെ 16% വരും. അതായത് ഈ 5 കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $664 ബില്യൺ. എന്നാൽ വലിയ വികസിത രാജ്യങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. US, ജർമ്മനി, UK തുടങ്ങിയ വികസിത രാജ്യങ്ങൾക്ക് അവരുടെ വിപണി മൂല്യത്തിൻ്റെ ഉയർന്ന ശതമാനവും അവരുടെ മികച്ച 5 കമ്പനികളുമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത ആപ്പിളാണ്. $3 ട്രില്യൺ വിപണി മൂല്യമാണ് കമ്പനിക്കുള്ളത്. ഈ റിപ്പോർട്ടിൽ രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സൗദി അറേബ്യയുടെ കാര്യമാണ്. മൊത്തം വിപണി മൂല്യത്തിൻ്റെ 80% മികച്ച 5 കമ്പനികളുടെ കയ്യിലാണ് എന്നതാണ് സൗദി അറേബ്യയുടെ കാര്യം. ഇന്ത്യയിൽ വലിയ 5 കമ്പനികളെ പോലെ തന്നെ മറ്റുള്ള കമ്പനികൾക്കും വലിയ റോൾ ഇന്ത്യൻ എക്കോണമിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോസിറ്റിവിറ്റി തന്നെയാണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്തത് EV സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യയിലേക്കുള്ള EVകളുടെ ഇറക്കുമതി തീരുവയിൽ സബ്സിഡി നൽകാൻ നിലവിൽ നിർദ്ദേശമില്ല എന്ന് സർക്കാർ പറയുകയുണ്ടായി. ടെസ്ല അടക്കമുള്ള വിദേശ EV കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഹെവി ബാറ്ററികൾ, സെമി കണ്ടക്ടറുകൾ, മാഗ്നറ്റിക് പാർട്സ് എന്നിവയുടെ ലോക്കൽ വാല്യൂ അഡീഷൻ കോസ്റ്റ് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ല എന്നും ഇന്ത്യയിൽ EV ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തീരുവയിൽ സബ്സിഡി നൽകാനും നിർദ്ദേശമില്ല എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ ഓട്ടോമൊബൈൽ, ഓട്ടോ കോമ്പോണൻസ് ഇൻഡസ്ട്രിയും ഉൾപ്പെടുന്നു. ഇതുവഴി കമ്പനികൾക്ക് അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കഴിയും. ഈ വാർത്ത EV സെക്ടറിനെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. മറ്റൊരു വാർത്ത മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിച്ചാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടർ $1 ട്രില്യൺ വിപണി മൂല്യത്തിലേക്ക് ഉയരും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വളർച്ചയിൽ വലിയ പിന്തുണ ലഭിക്കുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്നും പറയുന്നു. FDIസിൻ്റെ ഇൻഫ്ലോസ് കൂടുന്നതും ആഭ്യന്തര ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും മാത്രമല്ല PLI സ്കീം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്നും പറയുന്നു. മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്നലത്തെ നിഫ്റ്റി പരിശോധിക്കാം. അതിനു മുന്നേ ആയി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിഫ്റ്റി ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തത്. ഇന്നലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മളത് പറഞ്ഞതുമാണ്. 20,926 0.09% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മോർണിംഗ് സെഷനിൽ തന്നെ നിഫ്റ്റി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയി. 20,769 എന്ന ലോ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറി. നിഫ്റ്റിയുടെ ഓരോ ഡൗണും ഇൻവെസ്റ്റേഴ്സ് അവസരമാക്കുന്നു എന്നാണ് ഈ ഒരു ബൈ ഓൺ ഡിപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. 20,850 മുതൽ 20,800 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതിന് ഡൗൺ സൈഡിൽ വരുന്നത് 20,700 അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. മാത്രമല്ല ഡൗൺ സൈഡിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ 20,769 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഹേർഡിൽ എന്ന് പറയുന്നത് 21,000 മുതൽ 21,050 വരെയാണ്. അത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. മാത്രമല്ല 10 ഡേ EMA വരുന്നത് 20,720 എന്നതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡെയിലി ചാർട്ടിൽ ഒരു ലോങ് ലെഗോട് കൂടിയ ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 21,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 21,100 അതിനുശേഷം 21,200 പുട്ട് സൈഡിലേക്ക് വന്നാൽ 20,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം വരുന്ന അടുത്ത സ്ട്രൈക്ക് 20,800 അതിനുശേഷം 20,900 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം, വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 21,000 മുതൽ 21,100 വരെ ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്.
സപ്പോർട്ട് നോക്കിയാൽ 20,800 മുതൽ 20,900 വരെ ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് ഇവിടെ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 20,900. ഇവിടെ പുട്ട് സൈഡിൽ 50% വർധനവാണ് കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിൽ ഉള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 131% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ ഉള്ളത്. പക്ഷേ താരതമ്യേന കോൾ സൈഡ് തന്നെയാണ് സ്ട്രോങ് എന്ന് കാണാം. 20,850 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 166% വർധനവുണ്ട്. ലോങ് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 214% വർധനവുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിൽ 20,850 സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 20,950 സ്ട്രൈക്കിൽ 22% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് ഉള്ളത് പുട്ട് സൈഡിൽ. കോൾ സൈഡിൽ 75% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലുള്ളത്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് ഈ സ്ട്രൈക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നു. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,092 0.01% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 46,800 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 47,500 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ 48,000 മുതൽ 48,500 ലെവലുകളിലേക്കൊക്കെ പോകാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 40 ഹവർ മൂവിംഗ് ആവറേജ് വരുന്നത് 46,900 എന്ന് ശ്രദ്ധിക്കുക. ഡെയിലി ക്യാൻഡിൽ ലോങ് ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. സ്ട്രോങ് ബൈയിങ് ലോവർ ലെവലിൽ നടക്കുന്നു എന്നാണ് ഈ ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡും പുട്ട് സൈഡിലും ഉള്ള മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 47,100 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,200 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,100 സ്ട്രൈക്കിലും അതിനുശേഷം 46,900 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിൽ ഇന്നലെ വലിയ ഇടിവാണ് കണ്ടത്. 5% മുകളിലാണ് ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. 12.06 എന്ന നിലയിലാണിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേയായി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരിയേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സെഷനാണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് ട്രേഡ് എടുക്കുന്നവർ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. അതിന് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചതിന് ശേഷം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, പാഴാക്കരുത്. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് ലഭിക്കാൻ തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാ വ്യൂസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം വേദാന്ത ലിമിറ്റഡിനെ സംബന്ധിച്ച വാർത്ത. വേദാന്ത ലിമിറ്റഡ് 2023 ഡിസംബർ 18 ബോർഡ് യോഗം ചേരും. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇക്വിറ്റി ഷെയറുകളുടെ രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കാനാണ് ബോർഡ് യോഗം ചേരുന്നത്. അടുത്തത് RBL ബാങ്ക്. സർക്കാർ പിന്തുണയുള്ള ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിൻ്റെ ONDCയുടെ 8.51 ഓഹരി 40 കോടി രൂപയ്ക്ക് RBL ബാങ്ക് ഏറ്റെടുത്തു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. PCBL ലിമിറ്റഡ് ഫണ്ട് സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ ഡിസംബർ 16 ബോർഡ് യോഗം ചേരും. അടുത്തത് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ്. ബ്ലോക്ക് ഡീൽ വഴി 93.5 ലക്ഷം ഷെയർ അല്ലെങ്കിൽ 9.25 ഇക്വിറ്റി ഓഹരികൾ വിൽക്കാൻ വാർബർഗ് തീരുമാനിച്ചു എന്നൊരു വാർത്ത വരുന്നു. അടുത്തത് NBCC ഇന്ത്യ. കമ്പനിക്ക് 1,500 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഓർഡർ ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഹിൻഡ് കോപ്പർ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഇന്ത്യ സിമെൻറ്റ്, നാഷണൽ അലുമിനിയം, സെയിൽ എന്നീ കമ്പനികളാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആദ്യം ടാറ്റ പവർ 330 CE ആയിരുന്നു പറഞ്ഞത്. 335 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്ക് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 340 ആയിരുന്നു. സ്റ്റോക്കിൽ ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് നമ്മുടെ ഇൻട്രാഡേയിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് CDSL ആയിരുന്നു. 1932 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. സ്റ്റോക്കിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 1986 ആയിരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഉച്ചയോട് കൂടി തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 2.5% മുകളിലാണ് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഗ്ലോബൽ വെക്ടർ ആയിരുന്നു.
102 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് നവംബർ 22-നായിരുന്നു. സ്റ്റോക്ക് ഇന്നലെ 115 വരെ അപ്പായി. 13% മുകളിൽ പ്രോഫിറ്റാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് 1414 എന്ന നിലയിൽ എൻട്രി എടുത്ത JBM ഓട്ടോ 1446 വരെയാണ് അപ്പായത്. ഏകദേശം 2% മുകളിൽ ഇൻട്രാഡേയിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. പിന്നീട് സ്റ്റോക്ക് ചെറുതായി ഒന്ന് ഡൗൺ ആയി, പക്ഷേ വീണ്ടും JBM ഓട്ടോ തിരിച്ചു വരും. മറ്റൊരു ട്രേഡ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമായിരുന്നു. ഡിസംബർ 12-നായിരുന്നു നമ്മൾ നിഫ്റ്റി പറഞ്ഞത്. 21,000 PE ആയിരുന്നു പറഞ്ഞത്. 20,967-നാണ് എൻട്രി എടുക്കുന്നത്. ടാർഗറ്റ് 20,920 ആയിരുന്നു. ടാർഗറ്റ് ഇന്നലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. 47,400 PE ആയിരുന്നു പറഞ്ഞത്. 47,222 എൻട്രി എടുത്തു. ടാർഗറ്റ് 47,000 ആയിരുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല ധാരാളം സ്റ്റോക്കുകളിൽ നമുക്ക് വലിയ റാലിയാണ് സ്വിംഗ് സെഗ്മെൻറ്റിൽ ലഭിച്ചത്. മാത്രമല്ല നമ്മുടെ F&O സെഗ്മെൻറ്റിലും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 4,710 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. DIS ആവട്ടെ 958 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇതോടെ 16,923 കോടി രൂപയ്ക്ക് FIS ഈ മാസം ഡിസംബർ മാസം ബൈ ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക് ഫെഡറൽ റിസർവ് ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു. 2024 മൾട്ടിപ്പിൾ റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്നാണ് ജെറോം പവൽ പറയുകയുണ്ടായത്. മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയതുമില്ല. ഇത് US മാർക്കറ്റുകൾക്ക് കൂടുതൽ ഊർജ്ജം പകർന്നു. ഡൗ ജോൺസ് ആദ്യമായി 37,000 എന്ന മാർക്ക് ക്രോസ് ചെയ്തു. ഓൾ ടൈം ഹൈയിലെത്തി. 3 ഇൻഡെക്സുകളും 52 വീക്ക് ഹൈയിലാണ്. ഇന്ന് US-ൽ നിന്നും വരുന്ന എക്കണോമിക് ഡാറ്റകൾ പ്രധാനപ്പെട്ടതാണ്. വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് പുറത്തു വരുന്നുണ്ട്. നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ്, ഇമ്പോർട്ട് ഡാറ്റ എന്നീ ഡാറ്റകൾ പ്രധാനപ്പെട്ടതാണ്. ഇന്നാണ് വരുന്നത്. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ പുതിയ ഉയരങ്ങളിലെത്തി. വലിയ പോസിറ്റിവിറ്റിയിലാണ് US മാർക്കറ്റുകളിൽ. ഡൗ ജോൺസ് 1.22% അപ്സൈഡിലാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 1.16% ഉയർന്നു. S&P 500 1.21% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1.92% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ICICI ബാങ്ക് 0.94% ഉയർന്നും. ആക്സിസ് ബാങ്ക് 0.45% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. വിപ്രോ ടെക് സൈഡിൽ 1.30% അപ്സൈഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇൻഫോസിസ് 0.46% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സിലും പോസിറ്റിവിറ്റി ഉണ്ട്. ഡൗ ജോൺസ് 0.22% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.29% ഉയർന്നും. നാസ്ഡാക്ക് 0.45% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഫെഡറൽ മീറ്റിംഗിന് മുന്നോടിയായി മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.08% ഉയർന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.16% ഇടിഞ്ഞും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.15% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്സ് 600 0.01% ഇടിഞ്ഞു. കെമിക്കൽ സ്റ്റോക്കുകൾ അവിടെ ഇന്നലെ നേട്ടമുണ്ടാക്കി. ടെലികോം സ്റ്റോക്കുകളാണ് ഇടിയുകയുണ്ടായത്. ഇന്നലെ US-ൽ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ കൂടി പുറത്തു വന്നിരുന്നു. എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു ഡാറ്റ ആയതുകൊണ്ട് അതും ഇന്നലെ മാർക്കറ്റിനെ കൂടുതലായി ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.34% ഉയർന്നാണ് ഉള്ളത്. CAC 0.35% ഉയർന്നും. FTSE 0.24% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയാണ്. ഫെഡറൽ റിസർവ് 2024 റേറ്റ് കട്ടിലേക്ക് പോകും എന്ന ഒരു വലിയ വാർത്ത രാവിലെ തന്നെ മാർക്കറ്റുകൾക്ക് ഉണർവ് നൽകിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,241.50 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു നില വെച്ച് ഏകദേശം ഒരു 200 മുതൽ 210 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് രാവിലെ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു ഇടിവിലാണ്. 0.42% ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.37% ഉയർന്നും. തായ്വാൻ മാർക്കറ്റ് 0.64% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1%-ലേറെ ഉയരുകയുണ്ടായി. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് ഊർജ്ജ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓയിൽ എടുക്കുകയുണ്ടായി. 4.3 മില്യൺ ബാരൽ സ്റ്റോക്ക് പിൽസിൽ നിന്ന് എടുത്തു. എസ്റ്റിമേറ്റ് 7 ലക്ഷമായിരുന്നു. ഇത് ഓയിൽ പ്രൈസുകളിൽ വലിയ ഉണർവുണ്ടാക്കി. 1%-ലേറെയാണ് ഇന്നലെ
ഓയിൽ പ്രൈസുകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്ത്. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $74.90 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.32% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 70.09 എന്ന നിലയിൽ 0.89% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും അതുപോലെ നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നന്ദി.